മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മടപ്പള്ളി ഓർമ്മയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കോളേജ് അങ്കണത്തിൽ വെച്ച് നടന്നു. കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. എത്ര ജീവിച്ചു, എങ്ങനെ ജീവിച്ചു എന്നതല്ല ജീവിതം, എത്ര ഓർക്കുന്നു, എങ്ങനെ ഓർക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ ജീവിതമെന്ന് ലോകപ്രസിദ്ധനായ എഴുത്തുകാരൻ, നോവലിസ്റ്റ് ഗാബ്രിയൽ ഗാർസിയ മാർക്വേസ് ഒരിക്കൽ എൻ്റെ പ്രഭാഷണത്തിനിടയിൽ പറയുകയുണ്ടായി. എത്ര ഓർക്കുന്നു, എങ്ങനെ ഓർക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന വാക്യത്തിൽ നിന്ന് മടപ്പള്ളി ഓർമ്മയിലേക്ക് വരാൻ എളുപ്പമാണ്. 35 വർഷം മുമ്പ് ഇവിടെ ഒരേ ബെഞ്ചിലിരുന്ന് ഒരേ പാത്രത്തിൽ നിന്ന് ഉള്ള ഭക്ഷണം പങ്കിട്ട് കഴിച്ച് തല്ലുകൂടി സ്നേഹിച്ച് പഠിക്കാതെ ഇരുന്ന് ഒക്കെ ക്യാമ്പസിലെ മനോഹരമായ കാലം ചെലവഴിച്ചവർ ഒരു 3 പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ആ കാലത്തെ ഓർമ്മയിലൂടെ തിരിച്ചെടുക്കാനും ആ ബന്ധത്തിൻ്റെ ഊഷ്മളതയെ ഊട്ടിയുറപ്പിക്കാനും ഒരു സംഘമായി ചേരുകയും വിർച്വൽ സ്പേസിലും അല്ലാതെയും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന അതിമനോഹരമായ ഒരു സാന്നിധ്യത്തിൻ്റെ പേര് കൂടിയാണ് ഈ മടപ്പള്ളി ഓർമ്മ എന്ന് പറയുന്നത്. മടപ്പള്ളി ഓർമ്മയുടെ പ്രസിഡന്റ് വടേക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. പൂർവ്വ വിദ്യാർത്ഥിയും ഗായകനുമായ യേശുദാസൻ സംഗീതാഭിവാദ്യം നടത്തി. കോർഡിനേറ്റർ ടി മോഹനൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ മനോജ് കുമാർ, ട്രഷറർ സന്തോഷ് കുറ്റിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കോളേജിൽ എല്ലാ കാലത്തും എല്ലാ ബാച്ചിലും പഠിച്ച വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത്. വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. കലാപരിപാടികളും ഉണ്ടായി. സംഗമത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും സംഗമത്തിന്റെ മുദ്ര പതിച്ച കീ ചെയിൻ സമ്മാനമായി നൽകി. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിങ് സെന്റർ.